എന്തായി മോനെ, അവളെയും ഡോക്ടറിനെയും കണ്ടോ? ഡോക്ടറെ കണ്ടിട്ടാ വരുന്നത്. അമ്മ പറഞ്ഞത് ഡോക്ടർ ശരിവെച്ചു. പിന്നെ ഞാൻ അയാളുടെ അരികിലെത്തി. എന്നിട്ട് അവളോട് ചോദിച്ചോ ആരാ കുഞ്ഞിന്റെ അച്ഛനെന്ന്? ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോ അതേപ്പറ്റി പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാം എനിക്ക് വ്യക്തമാ. എങ്കിലും കണ്ണേണ്ട കണ്ണു വെട്ടിച്ച് ആരുടെ പിന്നാലെയാണ് അവര് പോയെന്ന് കണ്ണേണ്ണ അറിയണ്ടേ? അതൊക്കെ എന്തിനാ ഞാൻ അറിയുന്നേ? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ അധികം ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനൊന്നും ഞാനില്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വരുന്നവളെ ഇനിയും വീട്ടിലേക്ക് ക്ഷണിക്കാനാണോ? ഒരിക്കലുമില്ല. ഇനി ആ പടി ചവിട്ടരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ സന്തോഷമാണെന്ന് എനിക്കറിയാം. എങ്കിലും വിശ്വാസവഞ്ചനം കാണിക്കുന്നത് ആരായാലും അവരോട് പൊറുക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇനി അവർ എത്രയൊക്കെ കരഞ്ഞാലും കാല് പിടിച്ചാലും ഈ ഒരു കാര്യത്തിൽ മാത്രം കണ്ണേട്ടൻ കോംപ്രമൈസ് ചെയ്യില്ലെന്ന്. എങ്കിലും ഞാനൊന്ന് ഭയന്നുപോയി. അവളുടെ വർത്താനം കേൾക്കുമ്പോഴും സങ്കടം കാണുമ്പോഴും ഇവന്റെ മനസ്സ് മാറുമെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. അതിനെ അടഞ്ഞ അധ്യായോ? അതിനെപ്പറ്റി ആരും കൂടുതൽ സംസാരിക്കണ്ട. അല്ല, അവരുടെ വീട്ടിലിത് അറിയിക്കണ്ടേ അവരുടെ അമ്മേ? വേണ്ട, അറിയിക്കേണ്ടവരെ അയാൾ തന്നെ അറിയിച്ചോളും. ഇപ്പൊ അയാൾക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. എന്നാലുമേ നീ നിന്റെ ചങ്ക് പറിച്ചു കൊടുത്തിട്ട് അവള് നിന്റെ ചങ്കിടിച്ച് കലക്കുന്ന പ്രവൃത്തിയാണല്ലോടാ ചെയ്തത്. അതേപ്പറ്റി ഇനി കൂടുതൽ സംസാരിക്കേണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. നമ്മൾ പോവാ, അയാളെ കൂട്ടാതെ നമ്മുടെ വീട്ടിലേക്ക്. എന്നാ പിന്നെ ആ താലി അവളുടെ കഴുത്തിൽ നിന്ന് അഴിച്ചോണ്ടിങ്ങ് പോന്നൂടായിരുന്നോ? അത് നീ കെട്ടിക്കൊടുത്ത താലിയല്ലേ? അതെന്താന്ന് വെച്ചാ അയാൾ ചെയ്തോട്ടെ. അതേപ്പറ്റിയൊന്നും പറയാൻ ഞാനില്ല. നമുക്ക് പോ. സർ, വേണ്ട, താൻ മാറിക്കേ. എന്റെ കണ്ണേണ്ട ഞാൻ കാറി കയറ്റിക്കോളാം. വാ മോനെ, വാ പോവാം. ഞാനും എന്റെ ഭാര്യയും തെറ്റിപ്പിരിഞ്ഞെന്നറിഞ്ഞപ്പോ എന്തൊരു സന്തോഷമാണ് രണ്ടിനും. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. എന്റെ ഭാര്യയ്ക്കും എനിക്കും പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനും സുരക്ഷിതമായൊരു ജീവിതം ഒരുക്കിയിട്ടെ നീയൊക്കെ പലതും അറിയൂ. കേറട്ടോ, പതുക്കെ. അമ്മേ പിടിച്ചോണേ. അർഹതയില്ലാത്തത് കിട്ടിയാലേ ചെലവിളിമാര് ഇങ്ങനെയൊക്കെയാ. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തും. എന്റെ ദൈവമേ, അവളെ വീഴ്ചയിലങ്ങ് തീർന്നാ മതിയായിരുന്നു.